നമ്മൾ ഇന്നലെ സ്ത്രീകളിൽ 50 വയസ്സിന് ശേഷം വരുന്ന അസ്ഥിക്ഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എല്ല് തേയ്മാനവും പെട്ടെന്ന് വരുന്ന എല്ല് പൊട്ടലുമാണ് അസ്ഥിക്ഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വരാതിരിക്കാൻ സ്ത്രീകൾ 50 വയസ്സിന് ശേഷം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും മതി. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ആൽമണ്ടും അതുപോലെ മറ്റു നട്ട്സുകളും ബ്രോക്കലിയും മത്തിയും അയലയും ചീരയും പാലും എല്ലാം നന്നായി കഴിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യമാണ് നന്നായിട്ട് വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടി ദിവസേന ഒരു 20 മിനിറ്റ് രാവിലെ 10 മണിക്കും അതുപോലെ വൈകിട്ട് 3 മണിക്കും ഇടയിലുള്ള വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. അടുത്തതായി മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്മോക്കിങ്ങും മദ്യപാനവും ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും നിർത്താൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പതിവായിട്ട് വ്യായാമം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിലൂടെ ഓസ്റ്റിയോപോറോസിസ് വരാതെ നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകൾ അസ്ഥിക്ഷയം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായേക്കാം. ഇതും നിങ്ങളുടെ ഡോക്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഓസ്റ്റിയോപോറോസിസ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ്.